ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് തുണികൾ വാഷാക്കാനുണ്ട്. അതിനുള്ള തുണിയൊക്കെ ഞാനിവിടെ എടുത്തിട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൈ കൊണ്ടാണ് വാഷാക്കണത്, വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടല്ല കേട്ടോ. പുറത്ത് ഞാൻ വെള്ളം നിറക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സോപ്പ് പൊടിയും കൂടിയിട്ട് തുണി കൂടി നനച്ച് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ നനച്ച് വെക്കും. പറ്റിയില്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് അത്രയെങ്കിലും ഞാൻ നനച്ച് വെക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷൂവും കൂടി വാഷാക്കാനുണ്ട്. അതിന് വേണ്ടി കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുക്കുക, കുറച്ച് സോപ്പ് പൊടി ഇടുക, പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്ലീച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2-3 ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി. അതാകുമ്പോൾ പെട്ടെന്ന് അഴുക്ക് ഇളകി വന്നോളും. ഇതൊരു അരമണിക്കൂർ വെക്കും. ഇതാവണ സമയം കൊണ്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇഡ്ഡലിയും ചിക്കനുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വാവക്ക് കഴിക്കാൻ കൊടുക്കാനുള്ളതാട്ടോ ഇതൊക്കെ വേവിച്ച് വെച്ചേക്കണത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഏത്തപ്പഴം എടുത്ത് വാവക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തുണിയൊക്കെ അലക്കി ഊരി വിരിച്ചിട്ടു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ ഷൂ വാഷാക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് ഏകദേശം കുതിർന്ന് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് അത്യാവശ്യം ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ക്ലീനായി കിട്ടുമേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പണി തീർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഷർട്ടൊക്കെ ഉരക്കണ ബ്രഷില്ല, അത് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂ ഉരച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് ഇതുപോലെ ഇളകി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഷൂ ഒക്കെ വാഷാക്കി കഴിഞ്ഞു. ഷൂവിൻ്റെ ലേസും വാഷാക്കിയിട്ടുണ്ടായിരുന്നേ. ഇനി ഷൂ കാണിച്ചു തരാം വാഷാക്കി കഴിഞ്ഞിട്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊന്നും അത്ര പോകുന്നുണ്ടായിരുന്നില്ല. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കാം. ഇനി നമുക്ക് ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ പോകാം. ഉച്ചത്തെ ലഞ്ചിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും ചിക്കൻ കറിയും പീച്ചങ്ങയാണ്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതെന്ത് മീനാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, കൂരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ക്ലീനാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോഴത്തേക്കല്ല, രാത്രിത്തേക്കായിരിക്കും, ഇല്ലെങ്കിൽ നാളത്തേക്കായിരിക്കും. ചിലപ്പോൾ വെട്ടി ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് പോലെയുള്ള മുട്ടകളുണ്ട് കേട്ടോ, കുഞ്ഞി കുഞ്ഞി. അപ്പോൾ ഞാൻ ഇതുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇതിൽ നമ്മൾ ക്ലീനാക്കിയപ്പോഴൊന്നും കണ്ടില്ലായിരുന്നു. അതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ വേറൊരു മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ഇരിക്കണ. നല്ല രസമാണ് കാണാനായിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടേ, ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ. വാവയ്ക്ക് അടുത്ത വിശപ്പിനുള്ള സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇച്ചിരി ചോറും നെയ്യും കൂടി എടുത്ത് ഉടച്ച് വാവക്കത് കഴിക്കാൻ കൊടുത്തേ. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വാവ കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ എണീക്കത്തില്ല, പയ്യെ എണീക്കത്തുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ ചായക്ക് വെച്ചു. വാവ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ആസ്വദിച്ച് ചായയൊക്കെ കുടിക്കാൻ പറ്റത്തുള്ളൂ. ചായ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചായയും പക്കവടയും കൂടി കഴിച്ചു. ഇപ്പം സന്ധ്യയായി സമയം. അപ്പം ബേബി വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ ഷൂ ഒക്കെ കഴുകി വെച്ചത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായി. നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് നമ്മളിതൊക്കെ കഴിച്ചുകൊണ്ട് ഫോണിൽ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. രാത്രിയത്തേക്ക് ചിക്കൻ വറുക്കാനായിട്ട് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ചോറും ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും കൂട്ടി ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നാളത്തേക്ക് ചോറ് കൊണ്ടുപോകാനുള്ള അച്ചിങ്ങയൊക്കെ തലേദിവസം തന്നെ നുറുക്കി വെക്കുകയും ഇതൊക്കെ നുറുക്കി വെച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.